ഇന്നലത്തെ മഴയിൽ കനത്ത നാശനഷ്ടമുണ്ടായ ഒരു സ്ഥലമായിരുന്നു പത്തനംതിട്ടയും റാന്നിയും. പത്തനംതിട്ടയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പത്തനംതിട്ടയിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട്. റാന്നിയിലും ആറന്മുളയിലുമൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നതൊരു ആശ്വാസ വാർത്തയാണ്. നിറവുത്തരയ്ക്കായി വൈകിട്ട് ശബരിമല നട തുറക്കാനിരിക്കെയാണ് ഈ മഴ അപ്രതീക്ഷിതമായി ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നുണ്ട്. പ്രസാദ്, ഇന്നലെ വലിയ രീതിയിലുള്ള നാശനഷ്ടവും അതുപോലെ തന്നെ വലിയ വെള്ളക്കെട്ടും എല്ലാം ഉണ്ടായ ഒരു പ്രദേശമായിരുന്നു റാന്നി. പത്തനംതിട്ടയിൽ കോന്നിയിലെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ആയി വലിയ രീതിയിൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ദുരിതപൂർണമായൊരു ദിവസമായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പെയ്ത അതിതീവ്ര മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പ്രധാന നദിയായ ഈ കല്ലാറിലും പമ്പാ നദിയിലും ജലനിരപ്പ് അല്പം താണത് ആശ്വാസം തരുന്നുണ്ട്. പക്ഷെങ്കിൽ പ്രധാന നദികളിലെ ജലനിരപ്പ് അല്പം താഴ്ന്ന മാത്രമാണ് നമുക്കൊരു ആശ്വാസത്തിന് വക നൽകുന്നത്. കാലാവസ്ഥാ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വന്ന കാലാവസ്ഥാ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 1 മാസം പെയ്യേണ്ട മഴയാണ് 2 മണിക്കൂർ കൊണ്ട് ഈ മലയോര മേഖലയിൽ ശക്തമായി പെയ്തിറങ്ങിയത്. അപ്പം അതിതീവ്ര മഴയാണ്. ഈ മഴയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഉരുൾപൊട്ടലും അപ്രതീക്ഷിതമായ നദികളിലേക്ക് ജലനിരപ്പ് ഉയരുകയും അതിനോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത്. 2018 സമാനമായി സംസ്ഥാനം അതല്ലെങ്കിൽ പത്തനംതിട്ട ജില്ല നേരിടേണ്ടി വന്ന മഹാപ്രളയത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് റാന്നിയിലെ ഈ പ്രളയം കടന്നുപോയത്. ഓണവിപണി സജീവമാക്കി 600-ലധികം കടകൾ, വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെ സജ്ജമാക്കിയിരുന്നത് അത് മുഴുവൻ തന്നെ നശിച്ചു പോയൊരു അവസ്ഥയിലാണെന്നാണ് അവിടുത്തെ MLA കൂടിയായിട്ടുള്ള പഴകുളം മധു കഴിഞ്ഞ ദിവസം നമ്മളോട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. ഈ വിവരങ്ങളൊക്കെ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഇന്നലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ റാന്നിയിലും ആറന്മുളയിലും അടിയന്തര യോഗം ചേർന്ന് 5 മണ്ഡലങ്ങളെ MLA-മാരെയും ദുരന്ത നിവാരണ അതോറിറ്റിയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ആറന്മുള വില്ലേജിൽ മാത്രം 3 ക്യാമ്പുകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള. ആറന്മുള വില്ലേജിൽ, ആറന്മുള മണ്ഡലത്തിലെ കണക്കിൽ പുറകെ വരുന്നേ ഉള്ളൂ, റാന്നി മണ്ഡലത്തിലെ വരുന്നേ ഉള്ളൂ. ആറന്മുള വില്ലേജിൽ 3 ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അത് ഒരു ക്യാമ്പിൽ ആറാട്ടുപുഴയിൽ 140-ലധികം കുടുംബങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കോഴിപ്പാലത്തിന് സമീപമുള്ള ഒരു കുടുംബത്തിൽ 50-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ ഗതാഗതം സുഗമമാകാത്തതിനാൽ ഇന്നും ജില്ലയ്ക്ക് അവധി. മദ്രസകൾ ഉൾപ്പെടെയുള്ള പാഠശാലകൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല യാത്രകൾ എങ്ങനെ കടന്നു പോകണമെന്നുള്ളൊരു ആശങ്കയാണ്. കാരണം ശബരിമല യാത്രകൾ കടന്നു പോകുന്ന ചെങ്ങന്നൂരിൽ നിന്നും കോഴഞ്ചേരിയിലേക്ക് പോകുന്ന പ്രധാന പാതയായിട്ടുള്ള ആറാട്ടുപുഴ, മാലക്കര, പുത്തങ്കാവ്, പിന്നെ ആറന്മുളയുടെ വിവിധ ഭാഗങ്ങൾ തുടങ്ങിയവയിലെല്ലാം ഇപ്പോൾ വെള്ളക്കെട്ട് അരയടികളും തന്നെ വെള്ളക്കെട്ടിപ്പോൾ നിൽക്കുന്നുണ്ട്. അല്പം മാത്രമായിട്ടാണോ ഈ വെള്ളം നദിയിൽ നിന്നും റോഡിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഈ നദിയിലെ വെള്ളം സമീപ പ്രദേശങ്ങളിലെ പുഞ്ചകൾ അല്ലെങ്കിൽ പാളങ്ങളിലേക്ക് നിറഞ്ഞു കവിഞ്ഞിപ്പോൾ നദിയും റോഡും പുഞ്ചയെല്ലാം ഒരേ അവസ്ഥയായതിനാലാണ് വെള്ളം താഴ്ന്നു ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. റാന്നിയിലെയും സമാനമായ സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഈ വെള്ളം ഇനിയും പടിഞ്ഞാറോട്ട് ഒഴുകി ഇനിയും ചെങ്ങന്നൂര് അപ്പർകുട്ടനാട് മേഖലയിലേക്ക് എത്തുന്ന ദിവസങ്ങളിൽ അവിടെയും വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിരുവല്ല, പത്തനംതിട്ട ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയായ തിരുവല്ല മണ്ഡലമാണ് ഇനി ഈ വെള്ളക്കെട്ടിന്റെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള സ്ഥിതി അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായവരൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക, ജലാശയങ്ങളിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക എന്നിവയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുല്യ. പ്രസാദ്, അതോടൊപ്പം തന്നെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടും ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിറവുത്തരിക്കായി ശബരിമല നട ഒരുങ്ങിയിരിക്കുകയാണ്, തുറക്കാനിരിക്കുകയാണ്. സാധാരണയായി ഈ നിറവുത്തരി സമയത്തേക്ക് യാത്ര ക്രമീകരിക്കുന്ന നിരവധി ഭക്തരുണ്ട്. അപ്പോൾ നിലവിൽ ഈ ശബരിമലയിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ ആ ഭാഗത്ത്, അതായത് ശബരിമല തീർത്ഥാടനത്തെ ബാധിക്കുന്ന രീതിയിൽ ശബരിമല പാതയിൽ ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ മഴക്കെടുതിയുടെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
അതുല്യ പറഞ്ഞ പോലെ തന്നെ ജില്ലാ ഭരണകൂടം 2 ദിവസം മുമ്പ് തന്നെ ശബരിമല തീർത്ഥാടകർക്ക് ചില നിയന്ത്രണങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പമ്പ സ്നാനം നടത്താൻ കഴിയില്ല. പമ്പ കരകവിഞ്ഞ് ഒഴുകുന്നതുകൊണ്ട് എത്തുന്ന തീർത്ഥാടകർ പമ്പ സ്നാനം നടത്തരുത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർക്ക് ഒരു വെല്ലുവിളിയാകുന്നത് ഈ പമ്പയിൽ എത്താനുള്ള യാത്രാ തടസ്സം വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ലാഹയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ടുള്ളത്. മലയോര മേഖലയിലെ പ്രധാന റോഡുകളിലേക്കൊക്കെ തന്നെ ഈ മരങ്ങളും മറ്റും മണ്ണിടിച്ചിലൊക്കെ അല്പം നടന്നിട്ടുണ്ട്. അതൊക്കെ വെട്ടിമാറ്റിയെങ്കിലും പ്രധാന റോഡുകളിലൊക്കെ തന്നെ ഇപ്പോൾ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഈ വെള്ളക്കെട്ടിനെ കൂടി അതിജീവിച്ച് വേണം തീർത്ഥാടകരുടെ വാഹനങ്ങൾ സന്നിധാനത്ത് പമ്പയിലെത്താൻ. അതിനുള്ള ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് വഴിതിരിച്ച് വിടുന്നതൊന്നും നമുക്ക് ഇതുവരെയും അതിനെക്കുറിച്ചുള്ളൊരു രൂപരേഖ കൃത്യം ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടില്ല. പക്ഷേ ശബരിമല തീർത്ഥാടകർ സ്വയം തന്നെ അവർ സന്നിധാനത്ത് എത്തുന്ന കാര്യത്തിൽ നിയന്ത്രണം വേണമെന്ന് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ശരി പ്രസാദ്, എന്തായാലും പത്തനംതിട്ടയിൽ വലിയ രീതിയിൽ നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്ന ഒരു ജില്ലയായിരുന്നു പത്തനംതിട്ട. ആറന്മുളയിലും അതുപോലെ തന്നെ റാന്നിയിലുമെല്ലാം പമ്പയാറ് കൂടി കര കവിഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, പ്രത്യേകിച്ചും വീടുകളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മേൽക്കൂര മുട്ടുന്ന രീതിയിൽ വെള്ളം എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ കൊല്ലത്ത് നിന്നും മറ്റും മീൻപിടുത്ത വള്ളങ്ങൾ എത്തിക്കൊണ്ട് ആളുകളെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് ആശ്വാസത്തിൻ്റെ വാർത്തകളാണ് വരുന്നത്. വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിതീവ്ര മഴയൊന്നും പെയ്തിട്ടില്ല. ഇനി ഇന്നത്തെ മഴ എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടിയാണ് നമുക്ക് അറിയാനുള്ളത്. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലെ മതപഠന സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, വിവിധ പരിശീലന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് അവധി. റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നടക്കാനിരുന്ന സെറ്റ് പരീക്ഷയും ഹയർ സെക്കൻഡറിയിലെ തുല്യതാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഇന്ന് നടക്കാനിരുന്ന പരീക്ഷയും മാറ്റിവെച്ചു. നാളെ നടക്കാനിരുന്ന MG സർവകലാശാല പരീക്ഷയും പുനഃക്രമീകരിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ മാറ്റിവെച്ച പരീക്ഷകളുടെയൊക്കെ ഇനി വീണ്ടും നടക്കുന്ന തീയതി വരും ദിവസങ്ങളിൽ അറിയിക്കും.